എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വി.ഡി. സതീശൻ സർക്കാർ പെൻഷന്റെ കാര്യത്തിലും വാക്ക് പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ 1000 രൂപ പെൻഷൻ വർധനവ് പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ 2000 ഇന്നാണ് വിതരണം നടന്നത്. ഇതോടൊപ്പമുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തെ രോഗികൾക്കുള്ള പെൻഷനാണ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗികൾക്ക് സംസ്ഥാനത്ത് നൽകി വരുന്ന 1000 രൂപ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി. ഇത് ഇരട്ടിയാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നതാണ്. നിലവിൽ ക്യാൻസർ രോഗികളായിട്ടുള്ളവരോ വൃക്ക രോഗികളായിട്ടുള്ളവരോ ക്ഷയരോഗികളായിട്ടുള്ളവരോ ആയിട്ടുള്ള നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ഇത് ലഭിക്കുകയാണ് എങ്കിൽ മാസം 2 പെൻഷനും കൂടി 4000 രൂപയാണ് ലഭിക്കുക. പെൻഷൻ ഓരോ വർഷവും വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടുകൂടി എല്ലാ വർഷവും പുതുക്കൽ നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള രോഗികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. BPL റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കണം. വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്. അപേക്ഷകൻ മറ്റ് സർക്കാർ പെൻഷനുകളോ ഉയർന്ന തുകയുടെ ക്ഷേമ ബോർഡ് പെൻഷനുകളോ കൈപ്പറ്റുന്ന ആളാകരുത്. ക്യാൻസർ, വൃക്ക രോഗബാധിതയാണ് എന്ന് തെളിയിക്കുന്നതിന് സൗജന്യ ചികിത്സാ രേഖകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർ നൽകുന്ന ക്യാൻസർ അല്ലെങ്കിൽ വൃക്ക രോഗിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്ക്, IFSC കോഡ് ഉൾപ്പെടെയുള്ള ഭാഗം അടങ്ങിയത്. അക്കൗണ്ട് നമ്പറും വ്യക്തമായി കാണണം. ഒപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്ന രേഖ, ആധാർ, SSLC അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായും നേരിട്ടും സമർപ്പിക്കാവുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.